ഹരേ ശ്രീ ഗണപതി നമ. ഓം സം സരസ്വത്യേ നമ. ഓം ശ്രീ വാത്മീകി മഹർഷേ നമ. ഓം ശ്രീരാമദാസ ശ്രീ ആഞ്ജനേയായ മഹാബലായ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമോ നമ. കൂജന്തി രാമ രാമേതി മധുരം മധുരാക്ഷരം ആദഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതം പാരിജാതം മാനുഷ്യമന്യേശ്വരവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴും ആര്യപാദം. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മരാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന വെങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം ചൊല്ലിടൂ മടിയാതെ. ശ്രീമദ് അധ്യാത്മരാമായണം 2-ാം ദിവസം. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും പതൃശുശ്രൂഷയ്ക്കായേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിരുവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപതൃത്വം കൊണ്ടും പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിരി ഞാൻ. എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠനത് കേട്ട് ചിരിച്ച് ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരുമത് നിനച്ച് ഖേദിക്കേണ്ട മനസ്സീ നരപതി. വൈകാതെ വരുത്തേണം ഋഷ്യങ്കനെ ഋഷ്യങ്കനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധി പുത്രകാമേഷ്ടി കർമ്മം. അശ്വമേധവും പുത്രകാമേഷ്ടിയും. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭവണ്ടകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്ത് സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനത് കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം വിശ്വശിങ്കനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായത് നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വഗ്നീദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തും മറഞ്ഞത് താപസാജ്ഞയാ പരിഗ്രഹിച്ച് നൃപതിയും ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവം ദർശനം. ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ
കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ. എന്നത് കണ്ട് പാതി കൊടുത്ത് കൈകേയും മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരുമത് കാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം. ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിത് സന്താപം ദിനംതോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സവനാദിക്രിയകളും ചെയ്ത് കാമാന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം. വർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിലയ്ക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അച്യുതസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനും ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിത് ദേവകളും പെറ്റിത് കൈകേയിയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിത് പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം. സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്ര മുഖ ബിന്ദുദേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചിഗൂരവും അളക സൂക്ഷ്മയും കാരുണ്യാമൃത രസസമ്പൂർണൻ നയനവുമായി ആരുണ്യാംബര പരിശോഭിത ജഗ്നവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖം മണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും. പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും. മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൻ. കൗസല്യാകൃത ഭഗവത്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ.
നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജരൻ നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വാൻ മാനസ പത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്തമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാം എനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുദവും നിത്യവും നിമഗ്നയായ അർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശേഷാദ്യാനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ച് സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരത് കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം ആദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. യാതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും. അവന് സാരൂപ്യം എന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരം അരുൾ ചെയ്ത് ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദമന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിതെന്നാശ കേട്ടോരു പങ്ക്തി
രത്നനാഥ പരമാനന്ദ കുലനായകൻ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാംശം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ട് ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്ത് ദാനവും ചെയ്തു പിന്നെ ജാതനായത് കൈകേയി സുതൻ പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരുണ്ടായതിരുവരും മാമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തത് ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തത് സന്തോഷം കൊണ്ട ശുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നവസ്ത്ര ഗ്രാമാധിപദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനും ദേവനാം വിണ്ണവർ നാട്ടിലുമുണ്ടായത് മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയന് ഭരതൻ എന്ന് നാമം അരുളി ചെയ്തു മുനി. ലക്ഷണാന്വേതനായ സുമിത്രാതനയന് ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നൻ എന്ന് സുമിത്രാത്മജ വരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനം ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമോദം. ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂകദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധൂരദന്താങ്കുരസ്പഷ്ട ഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയാനനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കും എല്ലാം. പാലദേശാന്തേ സ്വർണാശ്വാത്തപർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാശാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമകണ്ഠ മണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ കോർത്ത് ചാർത്തിയിടുന്നോരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട് വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ചന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലിയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശവിതാംബരോവരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ട് സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്ക് നാഥൻ. ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാൻ ഇനിതാനും കളിച്ചു വിളങ്ങിനാൻ. ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു.
ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു. സംപ്രതി കൗമാരവും സംപ്രാപിച്ചിതും മെല്ലെ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും അപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായത് പാർത്താൽ എന്തോരത്ഭുതമവ. പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോദ്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോനിധി പാരകന്മാരായി വന്ന് തനയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനത് കാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥനേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതുണീരഖണ്ഡഗദ്യായുധങ്ങളും പൂണ്ട് കാനനദിശേ നടന്നിടിനാൻ. നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരി ശാർദൂലാദികൾ മീത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്ന് ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്യുദ്ധായ കുളിച്ചുത്തമ ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോട് ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ച് ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ച് ധർമ്മപാലനം ചെയ്ത് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മാനാമൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീല ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി ബാലക വൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതോരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം. ചിത്രം ചിത്രം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കാമാറെഴുന്നള്ളിയിടിനാൻ. രാമനായ അവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശ്രു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്ത് വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്ത് വന്ദിച്ചു നിന്നു ഭക്ത്യാ. സംസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ഞാവുമിന്ന് വന്നിത് സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായത് ജ്ഞാനികതപോനിതേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ.
എന്നാലാകുന്നതെല്ലാം ചെയ്വേ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതി. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ജനന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനിപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവപുത്രൻ തന്നോട് നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ ഭക്തിസ്യന്ധൻ നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിനാൻ. എന്ത് ചൊൽവതു ഗുരു? നന്ദനൻ തന്നെ മമ സത്യസന്ധ്യജീച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്യനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാത്ത പരമാത്മാവ് സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മകൻ കശ്യപ പ്രജാപതി. നിന്നുടെ ഭക്തിയാകും അതിഥി കൗസല്യ. കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രതപസ്സും ചെയ്ത് നിങ്ങൾ മുഹുരന്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു. നീ വാങ്ങിക്കൊള്ളുക വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്ക് ഭവാൻ എന്ന് സത്വരം അപേക്ഷിച്ച കാരണം ഇന്ന് നാഥൻ പുത്രനായി പിറന്നിത് രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാം. ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ട് കേട്ടുകൊണ്ടാലും. ഇനിയും നീ യോഗമായ ദേവിയും സീതയായും മിഥിലയിൽ യാഗവേലയാമയോനിജയായുണ്ടായി വന്നു ആഗതനായ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിൻ എന്നറിഞ്ഞിടേണം നീ. എത്രയും ഗുഹ്യമിത് വ്യക്തമല്ലാതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ച് യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികെന്നരികെ ചേർത്ത് മാറിലണച്ച് കാടം പുണർന്നുടൻ മുകർന്ന് ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നരുൾ ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു. കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു. മുനീന്ദ്രനും ചാപതോണിരപാണ കണ്ഠപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ
ലക്ഷ്മണകുമാരാക്കൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവധർമ്മിതികളി വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിതേ രാമ, പോകുമാറിൽ ഈ വഴിയാരുമേ ഇത് കാലം. കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വരാ പോറ്റീം. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറിഞ്ഞാണൊലി ചെയ്തു രാമനല്ലോ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറിഞ്ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്ത് ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്ന് താടകമാറിൽ കൊണ്ടിതു രാമബാണം. ഭാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായോരോ യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം. രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പുക്കിത സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭഗവാൻ ദിശിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിരുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചത് കൗശികനത് കാലമാഗമിച്ചത് നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേദ്ഭാഗത്തിങ്കൽ നിന്നുമത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരത് നേരം. പാരാതെ 2 ശരം കൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിത് സുബാഹുവാം അവനെ ഒരു ശരമന്നേരം. മാരീചനും ഭീതി പൂണ്ടിടിനാൻ. ചെന്നിത് രാമബാണം പിന്നാലെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്ന് വീണത് രാമബാണം. അന്നേരം അവിടെയും ചെന്നത് ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പുക്കേടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ. അന്ന് തുടങ്ങി മാരീചനും കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള വടയെല്ലാം കൊന്നിത് ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തത് സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചു തതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പൂർണ്ണ
ഉണർന്ന ശ്രുപൂർണാർദ്രകുലനേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്ത് പരമാശീർവാദവും ചെയ്ത് വത്സന്മാരെയും ഭുജിപ്പിച്ച് ഇത് വാത്സല്യത്താൽ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു. 4-ാം ദിവസം പിന്നെ മുനി അരുത് വൃഥാ കാലം കളകെന്നുള്ളതേതും ജനക മഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം മത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകീന മഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു. പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ശോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം. ജന്തു സഞ്ജയഹീനം കണ്ട് കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം ദയാനിധേ. ഓം നമോ ഭഗവതേ